കല്ലമ്പലം, കിഴക്കമ്പലം, വളഞ്ഞമ്പലം, അമ്പലക്കാട്, അമ്പലമേട്, അമ്പലങ്ങൾ വഴി തിരുവമ്പാടി. ഇപ്പൊ പോവും. കല്ലമ്പലം, വളഞ്ഞമ്പലം, കിഴക്കമ്പലം, അമ്പലക്കാട്, അമ്പലമേട് വഴി അമ്പലങ്ങൾ വഴി തിരുവമ്പാടി. തീർത്ഥാടന യാത്രയാണോ? തീർത്ഥാടന യാത്രയാണോ? എന്താ അങ്ങനെ വിളിച്ചത്? അല്ല, അമ്പലത്തിന്റെ പേരെ വിളിച്ചോണ്ട്. എടോ, ഈ വണ്ടി പോണ സ്ഥലങ്ങളുടെ പേരാണ് വിളിച്ചത്, അല്ലാണ്ട് തീർത്ഥയാത്ര ഒന്നുമല്ല. ആണാ? ഞാൻ സത്യം പറയട്ടെ, ഈ ടിക്കറ്റ് എടുത്തോ, ചേട്ടന് ഫസ്റ്റ് പ്രൈസ് അടിക്കും. ടിക്കറ്റ് ഞാൻ എടുക്കാറില്ല ചേട്ടാ. എടുത്തിട്ട് അടിക്കും, ഫസ്റ്റ് പ്രൈസ് അടിക്കും. എടുത്തോ ചേട്ടാ, എനിക്ക് വേണ്ട, ഞാൻ എടുക്കാറില്ല. എടുത്തോട്ടെ, ഫസ്റ്റ് പ്രൈസ് ഉറപ്പാണെന്ന്. അടിക്കൂന്ന്. ഇത് ഫസ്റ്റ് പ്രൈസ് അടിക്കുമെന്ന് ഉറപ്പാണ്? ഫസ്റ്റ് പ്രൈസ് തീർച്ചയായിട്ടും അടിക്കുമെന്ന് ഉറപ്പാണ്. ചേട്ടൻ എടുത്തോ, അടിക്കും, സത്യം. അത് ചേട്ടന്റെ കയ്യിലിരിക്കട്ടെ. എന്താ? ചേട്ടൻ ലോട്ടറി അടിച്ച് നന്നാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സാ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറെ നാളായാലും ഈ ലോട്ടറി ഇങ്ങനെ തേരാപ്പാര വിൽക്കാൻ തുടങ്ങിയിട്ട്. ചേട്ടൻ രക്ഷപ്പെടും ചേട്ടാ. എനിക്കിട്ട് പണതല്ലേ? അതെ. ഹലോ എടേ, ഞാൻ നിന്നെ വിളിക്കണമെന്ന് എഴുതിയിരിക്കായിരുന്നു. ഞാനേ ഫുഡ് കഴിച്ചായിരുന്നു. ഇത്രയും കാലത്തിനിടക്ക് ഇത്രയും ആസ്വദിച്ച് രുചിയേറിയ ഭക്ഷണം കഴിച്ചത് ഇന്നാണ്. നീ ഉണ്ടാക്കിയ ഫുഡല്ല കഴിച്ചത്. ഇന്നേ ചോറിന്റെ പൊതി മാറിപ്പോയി. ഡ്രൈവർ ശശിയുടെ പൊതി എടുത്താണ് ഞാൻ കഴിച്ചത്. സാമ്പാറിനൊക്കെ ഇത്രയും രുചിയും ഗുണവും മണവും ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയണത്. അടിപൊളി ഫുഡായിരുന്നട്ടാ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം മാത്രല്ലേ പറയുള്ളൂ. നിങ്ങൾ ഡ്രൈവറോട് ചോദിച്ചു നോക്ക്, ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെയുണ്ടെന്ന്. പുള്ളി പറയും അഭിപ്രായം. നിന്റെ ഫുഡിന്റെ അഭിപ്രായം അറിയണോ നിനക്ക്? ഒരു മിനിറ്റ്, ഞാൻ ശശിനെ ഒന്ന് വിളിക്കട്ടെ. ഹോൾഡേ. ശശിയെ, ഹലോ ശശിയെ. ഹലോ. ആ, ഈ ബസിന്റെ ഡ്രൈവറാണ്. പുള്ളിയെ കക്കൂസയിലുണ്ട്. ഞാൻ മൂത്രം ഒഴിക്കാൻ ചെന്നപ്പോ പുള്ളിയെ കക്കൂസയിലിരിക്കണം. എന്തായിട്ട് പുറത്തേക്കും അല്ല. എടേ, ഹലോ. നീ വെച്ചോട്ടാ, നിന്റെ ഫുഡിന്റെ എഫക്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കല്ലമ്പലം, കിഴക്കമ്പലം, അമ്പലക്കാട്, അമ്പലമേട് വഴി തിരുവമ്പാടി. തീർത്ഥയാത്രയാണോ? അതേടാ, തീർത്ഥയാത്രയാണ്. നിന്നെ ഞാൻ തീർക്കും, എന്നിട്ട് ഞാനൊരു യാത്ര പോവും. അപ്പൊ തീർത്ഥയാത്രയാവോ? എന്താ തനിക്ക് വേണ്ടത്? നാളെയാണ്. കണക്കെടുപ്പല്ലേ? അല്ല, നിന്റെ ശവമടക്ക്. നിന്നെ കാണിച്ചടാ. നീ പാടാ. കാണിച്ചടാ. നീ ചേട്ടാ, ഈ ബസ് ഇപ്പൊ എടുക്കും ചേട്ടാ. ഇങ്ങനെ കിടന്ന 10 വർഷങ്ങൾ തുരുമിച്ചു. ഉറപ്പാണ്. 10 മിനിറ്റിനുള്ളിൽ പോകും ചേട്ടാ. 10 മിനിറ്റിനുള്ളിൽ പോകും. നിങ്ങളെ ഞാൻ 2 ദിവസമായിട്ട് തേടുമായിരുന്നു. നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനൊരു ടിക്കറ്റ് എടുത്തില്ലേ? 133, 338. അതിന് 10 ലക്ഷം രൂപ പ്രൈസ് അടിച്ചിരിക്കുന്നു. എന്റെ ടിക്കറ്റ് 10 ലക്ഷം രൂപ. 10 ലക്ഷം അടിച്ചു. ശരിയാണോ? ഓക്കെ, അടിച്ചല്ലോ. അടിച്ചിട്ടുണ്ട്. വിശ്വാസമായല്ലോ? വിശ്വാസമായി അടിച്ചിട്ടുണ്ട്. ദൈവമേ, ഞാൻ അന്വേഷിച്ച് നടക്കാറുണ്ട്. അപ്പൊ ആ 10 ലക്ഷം രൂപ എങ്ങനെ തരൂ? എങ്ങനെ? 10 ലക്ഷം രൂപ എങ്ങനെ തരൂ? എന്റെ കയ്യിലില്ല തരാൻ. സുഹൃത്തെ, അങ്ങനെ പറയരുത്. കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ കയ്യിൽ നിന്ന് ഞാനൊരു ടിക്കറ്റ് എടുത്തു, അതിന് 500 രൂപ പ്രൈസ് അടിച്ചു. താങ്കൾക്ക് ഞാൻ ടിക്കറ്റ് തന്നു, താങ്കൾ എനിക്ക് 500 തന്നു. അതിന് മുമ്പത്തെ പ്രാവശ്യം എനിക്ക് താങ്കളുടെ കയ്യിൽ നിന്ന് ഞാനൊരു ടിക്കറ്റ് എടുത്തു, അതിന് 1000 രൂപ പ്രൈസ് അടിച്ചു. താങ്കളുടെ കയ്യിൽ ഞാൻ ടിക്കറ്റ് തന്നു, താങ്കൾ എനിക്ക് 1000 രൂപ. ഇപ്പോഴെനിക്ക് 10 ലക്ഷം രൂപ അടിച്ചു. ടിക്കറ്റ് ഞാൻ താങ്കളുടെ കയ്യിൽ തരുന്നു, എന്റെ 10 ലക്ഷം. അല്ല, അതെ, അത് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലൊക്കെ ഈ പൈസ കിട്ടുള്ളൂ. അതാണ് സുഹൃത്തെ, ഞാനിനി ഇതും കൊണ്ട് ബാങ്കിൽ പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അതല്ല, അങ്ങനെ ഈ സെക്കൻഡ് പ്രൈസ് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തരാൻ പറ്റില്ല. നമ്മുടെ ഈ കോടതിയുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് വേണം അത്. ഓഹോ, കഷ്ടപ്പെട്ട് ഞാൻ ടിക്കറ്റും മേടിച്ചിട്ട് ഇനി അതിന്റെ പൈസക്ക് ഞാൻ കോടതി കയറി ഇറങ്ങണമെന്ന്. എന്റെ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഇല്ലയോ? എന്റെ കയ്യിൽ ഇല്ല, എനിക്ക് തരാൻ പറ്റില്ല. എന്തേ? തരാൻ പറ്റുമോ? ഇല്ല, എന്റെ കയ്യിൽ ഇല്ല, തരാൻ പറ്റില്ല. എന്തേ? നാടാ, പിടിയടാ നിന്റെ ടിക്കറ്റ്. എന്റെ 40 രൂപ. എന്റെ 40 രൂപ. നീയായിട്ട് ഒരു പരിപാടിയിൽ ഒരു മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുക സുഹൃത്തെ, അത് മനസ്സിലാക്കണം. എന്ത് പ്രാന്തന. നിന്റെ 40. സുഹൃത്തെ, ഇനിയും ഒരു മനുഷ്യനെയും പറ്റിച്ച് ജീവിക്കരുത്. ആര് പറ്റിച്ച് താൻ പറയണ? പറ്റിച്ച് ജീവിക്കരുത്. അല്ലടോ, താൻ 10 ലക്ഷം രൂപ ടിക്കറ്റ്. എന്ത് പ്രാന്തനാന്നാലോചന. എന്റെ പൊന്നോ, എന്റെ വീടിന്റെ തറക്കല്ലിടൽ നാളെയാണ്. എന്റെ തറക്കല്ലിടൽ. ആ പാവപ്പെട്ട ചെക്കനെ പറ്റിച്ച് നീ 10 ലക്ഷത്തിന്റെ കാശ് നീ മേടിച്ചെടുത്തല്ലടാ. ആരാ കള്ളനാരാ? ഞാനെങ്ങനെ കള്ളൻ? നീ ആ ചെക്കനെ ചതിച്ചല്ലടാ. ചതിച്ചെങ്ങനെ? അവന്റെ ടിക്കറ്റ് ഞാൻ മേടിച്ചില്ല, പിന്നെ ഞാൻ എങ്ങനെ ചതിക്കുന്നത്? എടോ, ഇത് പോലീസ് അറിഞ്ഞ കേസാവും. പോലീസ് അറിഞ്ഞാലേ കേസാവുള്ളൂ. പോലീസിനോട് ഞാൻ പറയുമല്ലോ. അങ്ങനെ കേസാവില്ല. എന്റെ ടിക്കറ്റാണ്, എന്റെ കല്ലിക്കുന്ന ടിക്കറ്റാണ്. പോലീസ് കേസെടുക്കാൻ പറ്റില്ല. ഉറപ്പാണ്. 40 രൂപ എനിക്ക് ആ ടിക്കറ്റ് തന്നേ. 40 രൂപ എനിക്ക് ആ ടിക്കറ്റ് തന്നെ. ടിക്കറ്റ് ഓട്ടെ, 500 രൂപ തന്നേക്കാ. ടിക്കറ്റ് അല്ല ചേട്ടാ,
ഇല്ല, ടിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. നമ്മ രണ്ടുപേരും പറഞ്ഞാൽ മതി 10,000 രൂപ വന്നേ. എത്ര തരണം? തരില്ല, ടിക്കറ്റ് തരില്ല. അങ്ങനെ പോടുന്നു. അല്ല അങ്ങനെ പറയലോടോ ചേട്ടാ. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ചൂടാവണ സ്വഭാവം മാത്രമേ ഉള്ളൂ. ആളൊരു ശുദ്ധനാണ്, പാവപ്പെട്ടവനാണ്. എന്തൊക്കെ എന്നെ അനുനയിപ്പിച്ചാലും ഞാൻ തരുന്ന പ്രശ്നമില്ല എന്റെ പൊന്ന് മോനെ. വീട് പണി നടക്കണേ. ആയിക്കോട്ടെ, ഞാൻ തോന്നും അപ്പൊ കാശിന് കുറച്ച് അത്യാവശ്യമുണ്ട്. കാശൊപ്പിക്കണം. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഓടി നടക്കുമ്പോഴാണ് എന്റെ മുമ്പിൽ ഈ സാധനം വന്ന് പെട്ടത്. ഈ ടിക്കറ്റ് നീ പ്രതീക്ഷിച്ച് നിൽക്കണ മോനെ. ചേട്ടാ ദേ വീട് പണിക്ക് വേണ്ടി ചിട്ടി പിടിച്ച ഒരു 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ചേട്ടനെ ഞാനത് അങ്ങോട്ട് ഇട്ട് തരും. ലിക്വിഡ് ക്യാഷ് ആയിട്ട് ചേട്ടനെ ഞാൻ അങ്ങോട്ട് തരും. അയച്ചു തരും അങ്ങോട്ട്. ചേട്ടനെ ആ ടിക്കറ്റ് എനിക്ക് തരും. ചേട്ടന്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞേ. അത് പറ. അക്കൗണ്ട് നമ്പർ 38 48 56 68. ഇത് നടക്കൂല കേട്ടത്. കാരണം ഇതേ അങ്ങനെ എനിക്ക് നഷ്ടം. ബാങ്ക് ഏതാണെന്ന് പറഞ്ഞേ. ബാങ്ക് ഓഫ് ഇന്ത്യ. 5 ലക്ഷം രൂപ വന്നാ നോക്കിയേ. വന്നല്ല. ആ വന്നിട്ടുണ്ട്. ആ 1 2 3. താൻ എണ്ണി നോക്കണത്. ഈ 5 ലക്ഷത്തിന് എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കിയതാ. ആ ഒന്ന് എണ്ണി നോക്ക്. 1 2 3 5000 ഉള്ളൂല. 5000 ഉള്ളൂ. എടാ എത്ര പൂജ്യം ഉണ്ടെന്ന് തന്നെ നോക്കണോ. 1 2 3 4 50,000. എടാ എത്ര പൂജ്യം ഉണ്ടെന്ന് തന്നെ നോക്കണോ. 1 2 3 4 5 5 പൂജ്യം ഇല്ലേ. 5 ലക്ഷം. ഓക്കെ അങ്ങനെ പോലെ എന്തേ ടിക്കറ്റ് തന്നിട്ട് പോ. മറന്നുപോയി. അത് കൊള്ളാം. നിന്റെ പെരേഡ് താമസത്തിന് അഡ്വാൻസ് ആയിട്ട് ഞാൻ തന്ന 5 ലക്ഷം രൂപ. ഓക്കെ ഓക്കെ. വീട് പണി നടക്കട്ടെ. ഈ ചാല് കഴിഞ്ഞാലേ നാളെ ടിക്കറ്റ് ഇടണം. ചേട്ടാ ഞാൻ വരുന്നില്ല ചേട്ടാ. ചേട്ടാ ഞാൻ വരുന്നില്ല ചേട്ടാ. ശ്രീദേവി ഒറ്റയ്ക്കാണെന്ന്. ഡോക്ടർ ബുക്ക് ചെയ്ത് അവള് വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ ഡോക്ടർ. വേണ്ട ചേട്ടാ. ഞാൻ എന്താ പ്രശ്നം എന്താണ്. എന്റെ പൊന്നാങ്ങളെ പൊന്നാങ്ങളെ അങ്ങനെ ഒരു പെങ്ങളുള്ള കാര്യം എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, ഒരു നാട്ടു നടപ്പ് അനുസരിച്ച് ഞാൻ വിളിച്ചതാ. അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ പറഞ്ഞോ. ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് കേക്കണ്ടേ. ശ്രീദേവി ആണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കാണേ. ഭർത്താവ് വന്നാലും കുടിച്ചിട്ടാ വരിക. പിന്നുള്ളത് 2 പിള്ളേരാ. അവരിട്ടിട്ട് എനിക്ക് ഈ ആശുപത്രിയിൽ പോയി കിടക്കാൻ പറ്റുമോ? അത് പറ്റൂല. അതാണ്. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ശ്രീദേവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി. ഇപ്പൊ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്ക്. എന്നിട്ട് ചേച്ചിനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാതെ മതി. അല്ല അങ്ങനെ ഇപ്പൊ തീരുമാനം ആവൂല. അത് അന്ന് വൈകിട്ട് തീരുമാനമാക്ക്. അല്ല വൈകിട്ടോ തീരുമാനം ആവൂല. എന്താണ് അതൊരു മെഗാ സീരിയലല്ലേ. തീരുമാനം കുറെ വർഷങ്ങൾ എടുക്കും. അതല്ലേ ഈ പറയണത്. അത്ര വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും നമുക്ക്. സീരിയലിന്റെ കാര്യമാണ് രണ്ടുപേരും. ആ മനുഷ്യനെ ചെറ്റിക്കാനായിട്ട് സീരിയലിന്റെ കാര്യം പറഞ്ഞു വരെയാണ്. ചേട്ടാ ഒരു തീപ്പെട്ടി തരുമോ? സുഹൃത്തെ ഇവിടെ വെച്ച് വലിക്കാൻ പാടില്ല. ഇവിടെ വെച്ച് വലിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്? അങ്ങനെയല്ല, ഇതൊരു പൊതുസ്ഥലമാണ്. താൻ ഇവിടുന്ന് ചേർത്ത് വലിക്കാൻ പറ്റില്ല. അടുത്ത് നിന്ന് ശ്വസിച്ചു കഴിഞ്ഞാൽ അയാൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്. ആണോ? ആ അല്ല ചേട്ടൻ ഒരു ഉപകാരം ചെയ്യൂ. ഇതൊന്ന് വലിക്കൂ, ഞാൻ അടുത്ത് നിന്നൊന്ന് ശ്വസിക്കട്ടെ. എടോ ഇവിടെ വലിക്കാൻ പാടില്ല. വലിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അതെ. ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നതിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? തനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലടോ. സുഹൃത്തെ, ഞാൻ കേരളം അറിയപ്പെടുന്ന ഒരു ചലച്ചിത്രകാരനാണ്, ചിത്രകാരനാണ്, എഴുത്തുകാരനാണ്. കലാകാരനാണോ? സാധാരണ ചിത്രം വരെയാണ് എന്റെ മെയിൻ ഐറ്റം. അതല്ലേ. യാത്രകളിലാണ് ഞാൻ ഈ ചിത്രം വരയ്ക്കാറുള്ളത്. യാത്രകൾ എന്ന് വെച്ചാൽ എങ്ങനെ? ട്രെയിൻ യാത്രകളിലാണ് കൂടുതൽ ഈ ചിത്രം വരയ്ക്കുന്നത്. ട്രെയിനിലിരുന്നാണ് ചിത്രം വരയ്ക്കുന്നത്. അതെ അതെ. ട്രെയിനിലിരുന്ന് എഴുതുകയും ചെയ്യും. എല്ലാ പരിപാടിയും ചെയ്യും. ഇതൊക്കെ ചെയ്യുന്നതിന് എനിക്ക് ഒരു പേനയുടെയോ പെൻസിലിന്റെയോ ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ലാപ്ടോപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ അടിക്കായിരിക്കും. എനിക്കൊരു ഫോണ് പോലും ഇല്ല. പിന്നെ ഇതെങ്ങനെ എഴുതും? ഒരു ആണിത്തുണ്ട് മതി. ആണി വെച്ചാ? അതെങ്ങനെ? അതാകുമ്പോ ഈ ട്രെയിനിന്റെ ഒക്കെ ബാത്റൂമിന്റെ പെയിന്റ് ചുരണ്ടി എഴുതുന്നതിന് ആനത്തുകൊണ്ടാണ് ബെസ്റ്റ്. പിന്നെ നമ്പറും കൂടെ എഴുതി വെക്കുമ്പോ ഒരു ഹരമുണ്ട്. അപ്പൊ നീയാണല്ലേ എന്നാ അറി. എടാ നിന്നെ അന്വേഷിച്ച് നടക്കരുത് ഞാൻ. ഒരിക്കലും നീ ജയന്തി ജനതയില് സവിത എന്ന് പറഞ്ഞ അടിയിൽ ഒരു ഫോൺ നമ്പർ എഴുതി വെച്ചാ? മൈസ്രേട്ട്. ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചടാ. എന്നിട്ട് രാത്രി 12 മണിക്ക് ഒരു ഉമ്മ വരുമെന്ന് ചോദിച്ചു. അതിന്റെ കേസ് ഇപ്പോഴും നടക്കണം. ഇന്നലെ ഞാൻ കോടതി പോയി വന്നുള്ളൂ. അടുത്ത മാസം 16 കേസ് മാറ്റി വെച്ചേക്കാണ്. ലോട്ടറി കയറാൻ പോയോ? തന്നെ ഞാൻ കാണാൻ കാത്തിരിക്കരുത്. ഇവിടെ തനിക്കെന്താണ്? തനക്ക് വല്ല കുഴപ്പമുണ്ടാ? 10 ലക്ഷം രൂപ പ്രൈസ് അടിച്ച ലോട്ടറി വെറും 40 രൂപ താനയാൾക്ക് എടുത്ത് കൊടുത്തില്ലടോ ആ ടിക്കറ്റ്. താങ്കൾക്ക് ഇതുവരെ കാര്യം മനസ്സിലായില്ലേ? ഇല്ല. 2ാം സമ്മാനം കിട്ടിയ ടിക്കറ്റിന്റെ നമ്പർ AK 133 338. അതെ. എന്റെ കയ്യിലിരുന്ന നമ്പർ AK 133 333. അവസാനത്തെ 3നെ ഞാൻ ചെറുതായിട്ടൊന്ന് 8 ആക്കി. അപ്പൊ ഞാനാണോ വിഡ്ഢി, അവനാണോ വിഡ്ഢി? നീയും അല്ല വിഡ്ഢി, അവനും അല്ല വിഡ്ഢി. ആ തിരുത്തിയ ലോട്ടറി ടിക്കറ്റ് 5 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച ആരാണാ വിഡ്ഢി? 5 ലക്ഷം പോയേ. കരഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. എന്താടാ? സർക്കാരിന് ഡീസൽ ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണോ ഒരു ബസിന്റെ മുകളിൽ മറ്റൊരു ബസ് കെട്ടിവെച്ച് ഓടിക്കുന്നത്?